അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടെന്ന ആരോപണത്തിന് പിന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗൂഢാലോചനയാണോ? ആഗോള നയതന്ത്ര രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ സുരക്ഷാ മേധാവി രംഗത്ത് വരുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ മകൻ ബാരൺ ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത തീർത്തും വ്യാജമാണെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ നെതന്യാഹു മനഃപൂർവ്വം കെട്ടിച്ചമച്ച നുണയാണിതെന്നും ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൊഹസിൻ റസായി വ്യക്തമാക്കി. അൽ മാനർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇറാനിയൻ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോയാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. ബാരൺ ട്രംപിനെ നിരീക്ഷിക്കുന്നുവെന്നും വധിക്കുന്നവർക്ക് കോടികൾ പാരിതോഷികം നൽകുമെന്നുമായിരുന്നു ഇതിന്റെ അവകാശവാദം. എന്നാൽ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വധഗൂഢാലോചന നടന്നതായി വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ല. സുരക്ഷാ ഭീഷണികളെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഗൗരവത്തോടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഭീഷണികൾ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നാണ് ഇറാന്റെ വാദം. ഈ വിവാദം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. തെളിയിക്കപ്പെടാത്ത ഇത്തരം ആരോപണങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പുതിയ സൈനിക തീരുമാനങ്ങൾക്കും നയതന്ത്ര പ്രതിസന്ധികൾക്കും വഴിയൊരുക്കുമോ എന്ന ആശങ്കയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്.